എന്തായിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന കാര്യങ്ങൾ? ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ചെയ്തു പോയൊരു തെറ്റ്, നമുക്ക് വന്ന ഒരു വീഴ്ച, പറ്റിപ്പോയൊരു അബദ്ധം, ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മളെ ഒരിക്കലും ജഡ്ജ് ചെയ്യാത്ത, നമ്മളെ ക്ഷമിച്ച് സാരമില്ലെന്നൊക്കെ പറഞ്ഞ് അപ്പോഴും കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു സമാധാനവും സന്തോഷമൊക്കെ അല്ലേ? സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഒരു തെറ്റ് പറ്റിക്കാണും, ഒരു മണ്ടത്തരം പറ്റിക്കാണും, ഒരു തെറ്റ് റിയലി ചെയ്തു പോയി കാണും. പക്ഷെ അതിൻ്റെ പേരിൽ ചിലപ്പോൾ പിന്നീട് അങ്ങോട്ട് ടീച്ചേഴ്സ് മുഴുവനും കൂടെ നിങ്ങളെ ജഡ്ജ് ചെയ്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടാകും. ഒരിക്കലും ഒരു അബദ്ധം പറ്റി, ഒരു തെറ്റ് പറ്റി. അതിനുശേഷം നിങ്ങളെ പിന്നെ ആ കണ്ണോടുകൂടി മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങളെ ചുമ്മാ ജഡ്ജ് ചെയ്യാണ്. നീ ഇങ്ങനെ തന്നെയാണ്, ഇതും ചെയ്തത് നീ ആയിരിക്കും, നീ ഉറപ്പായിട്ടും ഇത് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ജഡ്ജ് ചെയ്യും. പ്രിയപ്പെട്ട സ്വരങ്ങളെ, വലിയൊരു സമാധാനവും വലിയൊരു സന്തോഷവും ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ കിട്ടാൻ സാധ്യതയുള്ള വലിയൊരു ഗിഫ്റ്റാണ്, പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു ഗിഫ്റ്റാണ്. ഈശോയെ, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ തെറ്റുകൾ കണ്ടിട്ടും എന്നെ ജഡ്ജ് ചെയ്യാതെ എന്നോട് ക്ഷമിച്ച് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളെ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സൗരങ്ങൾക്ക് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ. ജൂലൈ 22 വലിയൊരു തിരുനാൾ ദിവസമാണ്. ആരുടേതാ? വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെതാണ്. ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല, ആളിച്ചിരി തല്ലിപ്പൊളിയൊക്കെ ആയിരുന്നു. പക്ഷേ ഈശോയുടെ അടുത്ത് വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് ഇല്ലേ? യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീ മഗ്ദലന മറിയമാണ്. അവിടുത്തെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഈശോയുടെ അടുത്ത് വന്നു. എന്താണ് ഈശോ പറയാൻ പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ചുറ്റും നിൽക്കുന്ന ആൾക്കാർ, അവരുടെ കയ്യിൽ കല്ല്. ഈശോ പല കാര്യങ്ങളും പറയുന്നതിനിടയ്ക്ക് നിശബ്ദമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ നിലത്ത് എന്തോ എഴുതിക്കൊണ്ടിരുന്നു അല്ലേ? അവസാനം കല്ലൊക്കെ ഇട്ട് ഓരോരുത്തരും, ആരും എറിയാതെ എല്ലാവരും തിരിച്ചു പോകുമ്പോൾ ഈശോ ഇവളെ നോക്കുന്നുണ്ട്. നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? ആരും നിന്നെ ഒന്നും ചെയ്തില്ലേ? അവൾ പറയുന്നുണ്ട് ഇല്ല. എന്നിട്ട് ഈശോ മറുപടി കൊടുക്കുന്നത് എന്താ? യോഹന്നാൻ 8 അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനമായിട്ട് പോ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്നെ ജഡ്ജ് ചെയ്യാത്ത, ഞാനൊരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും എന്നോട് ക്ഷമിച്ച് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അതായിരിക്കും മനുഷ്യൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആനന്ദം, സമാധാനം. കൂട്ടുകാരിതിന് ഉണ്ടാവില്ല. പേരൻസ് ചിലപ്പോൾ നിൽക്കില്ല, ടീച്ചേഴ്സ് നിൽക്കില്ല, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞവർ പോലും ചിലപ്പോൾ നിങ്ങളൊരു വലിയ അബദ്ധം കാണിച്ചു പോയാൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കില്ല. കാരണം അവർ കൂടെ നിന്നാൽ ചിലപ്പോൾ അവരുടെ പേരും കൂടെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അബദ്ധം പറ്റിപ്പോയി കാണാം, ഇല്ലേ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കാണാം. പക്ഷെ അതിൻ്റെ പേരിൽ ഒരുപക്ഷെ കല്ലെറിയുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷേ അടുത്ത് നിൽക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥ. താങ്ക് ഗോഡ്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം, ആരും കല്ലെറിഞ്ഞില്ല എന്നുള്ളത്. പക്ഷെ കല്ലെറിയാതിരുന്നതല്ലല്ലോ നമ്മുടെ വേദന. ഇതിലും ഭേദം കല്ലെറിയുന്നതായിരുന്നു എന്ന് നമ്മൾ ചിലരോടൊക്കെ ചോദിച്ചിട്ടില്ലേ? അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും എൻ്റെ കൂടെ നിൽക്കാൻ പാടില്ലായിരുന്നോ? എൻ്റെ കുറവറിയാൻ, എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് അറിഞ്ഞിട്ട് എന്നെ നീയെങ്കിലും ഒറ്റപ്പെടുത്താതെ നീ എൻ്റെ കൂടെ നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന് പലരോടും നമ്മൾ നെഞ്ചു പൊട്ടി ചോദിച്ചിട്ടില്ലേ? ഇല്ലേ, ചോദിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലേ? ഇതിലും ഭേദം കല്ലെറിഞ്ഞിട്ട് പോകുന്നതായിരുന്നു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരായിട്ട് കല്ല് അവിടെ ഇട്ടിട്ട് പോയി. നല്ല കാര്യം തന്നെയാണ്. പ്രധാനപ്പെട്ട കാര്യം, നിന്നെ ആരും ഇനി ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളെ ഉള്ളൂ, ഈശോയാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്, പാപങ്ങളിൽ വീണ് പോയിട്ടുണ്ട്, നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ജഡ്ജ് ചെയ്യാത്ത ഒരാളെ ഉള്ളൂ. ഇങ്ങനെ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, സാരമില്ലെന്ന്, സാരമില്ലെന്ന്, നീ ഇത്രയൊക്കെ ഉള്ളൂ, പക്ഷെ നിൻ്റെ കൂടെ ഞാനുണ്ടെന്നും പറഞ്ഞ് ഐ സ്റ്റിൽ ലവ് യു എന്നൊക്കെ പറഞ്ഞ് നിലത്ത് അവൻ ഇപ്പോഴും എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഒക്കെ കുഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സാരമില്ല, ഞാൻ നിന്നെ ജഡ്ജ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ലോകം മുഴുവൻ നമ്മളെ വിധിച്ചാലും, നമ്മൾക്കെതിരെ കല്ലെറിയാൻ വേണ്ടി നിന്നാലും, ഇനി കല്ലെറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ അടുത്തുനിന്ന് മാറി നിന്നാലും അവിടെ തന്നെ നിന്ന് ഞാൻ നിന്നെ വിധിക്കത്തില്ല, ഐ വോണ്ട് ജഡ്ജ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിൽക്കാൻ പ്രിയപ്പെട്ട ഈശോയുടെ കുഞ്ഞെ, നിനക്ക് ഈശോ മാത്രമേ ഉള്ളൂ. ഈശോ ഉണ്ട്, അത് മതി. നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ലൂക്കാ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ഈ കാലൊക്കെ കഴുകുന്നുണ്ട് ഈശോയുടെ അടുത്ത് വന്നിട്ട് പാപിനിയായ സ്ത്രീ. ഈശോയോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവരോടായിട്ട് പറയുന്നുണ്ട്, ഇവളുടെ വലിയ പാപങ്ങൾ, അനേകം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ബിക്കോസ് അവൾ അധികം സ്നേഹിച്ചു, കൂടുതലധികമായിട്ട് സ്നേഹിച്ചു. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീഴ്ചകളിൽ നിന്ന്, നമ്മുടെ കുറവുകളിൽ നിന്ന്, നമ്മുടെ ഒരു കെട്ട കഴിഞ്ഞ കാലത്തിൽ നിന്നൊക്കെ കയറി വരാൻ ആരെന്തും പറയട്ടെ, ജഡ്ജ് ചെയ്യട്ടെ, അവൻ നമ്മളെ മാറ്റി നിർത്തട്ടെ. പക്ഷെ നമുക്കിതിനകത്ത് കയറി വരാൻ വേണ്ടി ഒറ്റ കാര്യമുള്ളൂ. അവൻ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ. എന്താ? എന്നെ കുറ്റപ്പെടുത്താനല്ല. അവൻ പറയാണ്, ഐ ഫോർഗീവ് യു, സാരമില്ല, പോട്ടെ, നീ കയറി വാ. ഈ മണ്ണ് പോലെ, ഈ നിലം പോലെ നീ താന്നുപോയി, പക്ഷേ ഇവിടെ നിൻ്റെ ദേഹത്ത്, നിൻ്റെ ജീവിതത്തെ ഞാൻ ഇനിയും വിരൽ കൊണ്ട് എഴുതുന്നുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി നിനക്ക് ഇനിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലോകം വിധിക്കും, ലോകം മാറ്റി നിർത്തും. ഈശോ അപ്പോഴും നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പുത്തൻ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും. ഒറ്റ കാര്യം അവൻ ആവശ്യപ്പെടുന്നുള്ളൂ, അവൻ വിധിക്കാത്തത് കൊണ്ട് അവനെ സ്നേഹിക്കുക. നിന്നെ വിധിക്കാത്ത, നിന്നോട് ക്ഷമിച്ച, നിന്നെ സ്നേഹിച്ച
ഈശോയെ നീ സ്നേഹിക്കുക, അനേകം പാപങ്ങൾ മായ്ക്കപ്പെടും. നാളെ ജൂലൈ 22-ാം തീയതി വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ തിരുനാളിൽ ഇത് നിങ്ങൾക്കൊരു വെളിച്ചമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാം. നാളെ രാത്രി 9 മണിക്ക് നമ്മളൊരു 15 മിനിറ്റ് ആരാധന നടത്താൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് ഈശോയുമായി അടുത്ത് നിൽക്കാൻ നിങ്ങളുടെ ആഗ്രഹം, വിശുദ്ധി ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് നാളെ വൈകിട്ട് 9 മണിക്കത്തെ ആരാധനയിൽ പങ്കുചേരുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.